നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഭഗവാന്റെ വലിയൊരു ചൈതന്യവും അനുഗ്രഹവും നമ്മളെല്ലാം ഈ നിമിഷം വരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് വെറുമൊരു ആചാരമല്ല. അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചുള്ള വലിയൊരു ശാസ്ത്രം തന്നെയാണ്. നാം ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഒരു ജ്യോതിഷിയുടെ അല്ലെങ്കിൽ ഒരു ആത്മീയ ഉപാസകൻ്റെ കടമ എന്ന് പറയുന്നത് പ്രപഞ്ചവും ഭഗവാനും നൽകുന്ന സൂചനകളെ കൃത്യമായി മനസ്സിലാക്കി അത് മനുഷ്യരാശിയുടെ നന്മക്കായി എത്തിക്കുക എന്നതാണ്. ഇന്ന് പുലർച്ചെ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്ന ചില കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അത് നമ്മുടെയൊക്കെ വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും ധാരാളം ചെടികൾ വളരുന്നുണ്ട്. അതിൽ പലതും നാം നട്ടുവളർത്തുന്നവ തന്നെയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, വീടിന് ഐശ്വര്യം വരാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാവരും പലതരത്തിലുള്ള സസ്യങ്ങൾ വീട്ടിൽ വച്ചുപിടിപ്പിക്കാറുണ്ട്. എന്നാൽ നാം അറിയാത്ത ചില ചെടികൾ നമുക്ക് ചുറ്റും വളരാറുമുണ്ട്. നാം വിതയ്ക്കാത്ത വിത്തുകൾ, നാം നടാത്ത സസ്യങ്ങൾ നമ്മുടെ മുറ്റത്തും പറമ്പിലും താനെ വളർന്നു വരാറുണ്ട്. എന്നാൽ അത് നമ്മുടെ വീടിനോട് ചേർന്ന് വരുമ്പോൾ അത്ര ശുഭകരമല്ല. അവിടെയാണ് നാം ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ തകർച്ചയ്ക്കായി മറ്റാരെങ്കിലും നമ്മുടെ വീടിനടുത്ത് കൊണ്ട് അതിൻ്റെ വിത്തുകൾ പാകുകയോ അല്ലെങ്കിൽ ആ ചെടി നടുകയോ ചെയ്തതാവാം. ഈ ലോകത്ത് നല്ലവരുള്ളതുപോലെ തന്നെ മറ്റുള്ളവരുടെ തകർച്ചയിലും കണ്ണീരിലും സന്തോഷം കണ്ടെത്തുന്ന ആളുകളുമുണ്ട്. ശത്രുദോഷം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല. നമ്മുടെ ശ്രദ്ധയിലത് പെടണമെന്നില്ല. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിലും ജോലികളിലും മുഴുകി ജീവിക്കുമ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇത്തരമൊരു ദോഷം വളർന്നു വരുന്നത് നാം കാണാതെ പോകുന്നു. എന്നാൽ അത് വളർന്നു വലുതായി അത് പൂവിടും. പിന്നീടുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും. അതിൻ്റെ വളർച്ചക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദുരിതവും വളർന്നുകൊണ്ടിരിക്കും. ദുഃഖം വളരെയധികം രൂക്ഷമാവും. ഒടുവിൽ എല്ലാം തകർന്ന് തരിപ്പണമാവുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും മനസ്സിലാകാത്ത സാഹചര്യത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗവും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സസ്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഊർജമുണ്ട്. സയൻസിൽ പോലും ഇത് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു എനർജി ഫീൽഡുണ്ട്. ഇത്തരം ഊർജമാണ് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. അതായത് നെഗറ്റീവ് ഊർജം. ഒരു വീടിനുള്ളിലേക്ക് നെഗറ്റീവ് ഊർജം കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുമെന്നത് നമുക്ക് കൃത്യമായി അറിയാം. കാരണമില്ലാതെ കലഹങ്ങൾ ഉണ്ടാകും. സമ്പത്ത് ചോർന്നു പോകും. രോഗങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നു. ജോലികളിൽ എല്ലാ തടസ്സങ്ങളും നേരിടുന്ന അവസ്ഥ. നാം എല്ലാവരും തന്നെ പലതരത്തിലുള്ള ചെടികൾ നട്ടുവളർത്തുന്നവരാണ്. വീടിന് ഭംഗി കൂട്ടാനും മനസ്സിന് സന്തോഷം നൽകാനുമൊക്കെ പ്രത്യേകിച്ചും നല്ല പൂക്കൾ തരുന്ന മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വളരെയധികം താല്പര്യം കാണിക്കാറുണ്ട്. സ്ത്രീകളും പുരാതന കുടുംബാംഗങ്ങളും ഗാർഡൻ ഒരുക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ട്. എന്നാൽ ബാഹ്യമായ ഭംഗി കണ്ടു മാത്രം നാം വീട്ടിൽ വളർത്തുന്ന ചില ചെടികൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെക്കുന്ന ദോഷങ്ങൾ ചെറുതല്ല. കാണാൻ നല്ല ചന്തമുള്ള പൂക്കളായിരിക്കാം, നല്ല പച്ചപ്പുള്ള ഇലകളായിരിക്കാം. പക്ഷേ അതിന് പിന്നിലെ ശാസ്ത്രം, വാസ്തുപരമായ ദോഷങ്ങൾ നാം തിരിച്ചറിയുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ അറിവോടുകൂടി വളരുന്ന ചെടി ആയിരിക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റാരെങ്കിലും നമ്മുടെ തകർച്ചയ്ക്കായി ചെയ്തതാവാം. എന്നിരുന്നാലും നാം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനും ഓട്ടത്തിനും നടുവിൽ നാം അത്തരം കാര്യങ്ങളെ മറന്നു പോകുന്നു. ഒരു കണ്ണിൻ്റെ കുളിർമയ്ക്ക് വേണ്ടി നാം അതെല്ലാം ഒന്ന് നോക്കിക്കാണുന്നു എന്നത് മാത്രം. കണ്ണുകൾക്കിത് കുളിർമ നൽകുമെങ്കിലും പല ആളുകളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി കടന്നുവരുന്ന പല അപകടങ്ങളും യാദൃശികമല്ല. നാം വിചാരിക്കും അത് വിധി മാത്രമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അതെല്ലാം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ മൂലം സംഭവിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സ്ഥാനമുണ്ട്. അത് നാം മനസ്സിലാക്കണം. വാസ്തുശാസ്ത്രത്തിൽ ഓരോ ദിശക്കും ഓരോ സ്ഥാനത്തിനും പ്രാധാന്യമുണ്ട്. ആ സ്ഥാനമാറ്റം ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ ലക്ഷണശാസ്ത്രവും വാസ്തുശാസ്ത്രവും നിമിത്തശാസ്ത്രവും വളരെ വ്യക്തമായി പറയുന്നത് ചില പ്രത്യേക ചെടികൾ നമ്മുടെ വീടുകളിൽ വളരുന്നത്, പ്രത്യേകിച്ചും ആ ചെടികൾ നമ്മുടെ വീട്ടിൽ വളർന്ന് അവ പൂവിടുന്നത് അതീവ ദോഷകരമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഓരോ സസ്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവ് ഊർജ്ജങ്ങളുണ്ട്. ചില ചെടികൾ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ദോഷമാണെങ്കിൽ മറ്റു ചില ചെടികൾ പൂവിട്ട് നിൽക്കുമ്പോഴാണ് ആ ദോഷം പൂർണ്ണമാകുന്നത്. അവ വെറുതെ നിൽക്കുമ്പോൾ തരാത്ത അത്രയും വലിയ നെഗറ്റീവ് എനർജി അവയിൽ പൂക്കൾ വിരിയുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് പുറന്തള്ളുന്നു.
നമ്മുടെ ജീവിതത്തിൽ കാലം കയറുന്ന സമയത്ത്, അതായത് നമുക്ക് കഷ്ടകാലം നിറയുന്ന സമയത്താണ് ഈ ചെടികൾ വീട്ടിൽ പൂവിടുന്നത് എന്നുള്ളതാണ് നിമിത്തശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു വലിയ മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ജാതകത്തിലോ സമയത്തിലോ കഷ്ടകാലം തുടങ്ങുമ്പോൾ പ്രകൃതി നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ചെടികളെ പൂവിട്ടുകൊണ്ട് സൂചന തരികയാണ്. ജീവിതത്തിൽ തടസ്സങ്ങളും ദുരിതങ്ങളും വരാൻ പോകുന്ന എന്നതിൻ്റെ പ്രകൃതി നൽകുന്ന ഒരു നിമിത്തം, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി നൽകുന്ന സൂചന തന്നെയാണിത്. ഇത്തരം സൂചനകളും ഇങ്ങനെയുള്ള സന്ദേശങ്ങളും കാണുവാനും മനസ്സിലാക്കുവാനും എല്ലാവർക്കും സാധിക്കില്ല. നിങ്ങൾക്ക് കേൾക്കുവാനുള്ള മനസ്സുണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. ഈ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിൽ എത്തിയത് ആ ചൈതന്യം നിങ്ങൾക്കൊപ്പമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകി നിങ്ങൾ ജീവിതത്തിൽ സുരക്ഷിതമാകാൻ വേണ്ടി, സുരക്ഷിതമായി നിൽക്കുന്നതിന് വേണ്ടി, പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സൂചനകളും സന്ദേശവും നിങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ഈ ഒരു അധ്യായം നിങ്ങൾക്ക് മുന്നിൽ എത്തിയെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഏതോ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ദോഷകരമായി ഒരു സസ്യം നിങ്ങളുടെ അറിവില്ലാതെ ഒരുപക്ഷെ മറ്റൊരാളുടെ കൈകളിലൂടെ വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു അധ്യായം കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ട് തള്ളിക്കളയാൻ പാടില്ല. ഇതിൽ വളരെ ഗൗരവമായി തന്നെ എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തകർക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലൂടെ അസൂയുള്ള ആരോ ഒരുപക്ഷെ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടാവാം. നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങൾ അടിയറവ് പറയരുത്, തോറ്റുകൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി തീരുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിലനിർത്തുന്നതിനായി പോസിറ്റീവ് ഊർജം കൊണ്ടുവരേണ്ടതാണ്. അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി കൊണ്ട് ദൈവം ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരും. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമാണ് ഇത്തരം അറിവുകൾ നമ്മുടെ മുന്നിൽ എത്തുന്നത്. എന്നാൽ പല ആളുകളും ഇത് അവഗണിക്കുന്നു. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് അവർക്ക് കുറ്റബോധം തോന്നുന്നു. സർവ്വതും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ പറയും, അന്നത് കേട്ടിരുന്നെങ്കിൽ ഈ ദുരിതം വരില്ലായിരുന്നു എന്ന്. ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മുക്കാൽ ഭാഗവും തകർന്നു കഴിയുമ്പോഴാണ് ചില ആളുകൾക്ക് ഇത്തരം തെറ്റുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത്തരമൊരു ആളായി മാറരുത്. സമയം വൈകുന്നതിന് മുൻപ്, നാശം വീട്ടുപടിക്കൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം നിങ്ങൾ മറികടക്കണം. ഭഗവാന്റെ ഇത്തരം സൂചനകളെ വിലയിരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, അതായത് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, ഇത്തരത്തിലുള്ള നെഗറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഈ പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കുവാനും പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിലനിർത്തുന്നതിനും സഹായിക്കും. അതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ടോ മറ്റൊരാളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായോ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും എല്ലാം ധാരാളം ഉണ്ടാവും. അവർ ഒരുപക്ഷെ വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഈശ്വര ചൈതന്യം കൊണ്ട് ഇതുപോലെ കാണുന്ന എല്ലാ അധ്യായവും അവരുടെ മുന്നിലേക്ക് എത്തണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ ഈ ഭാഗ്യം അവർക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അധ്യായം അവരിലേക്ക് ഷെയർ ചെയ്യുക. അവരെ കൂടി ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാക്കുക. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. മറ്റുള്ളവന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവനെ, അത്തരം ചിന്താഗതിയുള്ളവനെ പ്രപഞ്ചം തിരികെ നന്മയെ തരൂ. എല്ലാവർക്കും ക്ഷേത്രദർശനം നടത്താൻ സാധിക്കണമെന്നില്ല. ദൂരക്കൂടുതൽ കൊണ്ടോ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ സാധിക്കാത്തവർ കാണും. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകൾ പങ്കാളിയാകുവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജവും ഇല്ലാതാക്കി ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് ഇത് സഹായിക്കും. നിങ്ങളിത് ഷെയർ ചെയ്യുന്നതോടൊപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ നന്മ നിറഞ്ഞ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ സഹായിക്കും. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും നാം കൃത്യമായി മറുപടി നൽകാറുണ്ട്.
പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെ സർവ്വ ദോഷങ്ങളും ഭസ്മീകരിക്കുവാൻ ശക്തിയുള്ളതാണ്. ഇനി നമുക്ക് നിമിത്തശാസ്ത്രം പറയുന്ന ഭഗവാൻ തന്ന സൂചനകളിലൂടെ കണ്ട ആ ചെടികൾ ഏതൊക്കെയാണെന്നും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പറയുന്ന ചെടികൾ അറിഞ്ഞോ അറിയാതോ നിൽപ്പുന്നു എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. വെറുതെ നമ്മളായിട്ട് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത്. ഇതിൽ ആദ്യം തന്നെ വരുന്നത് തൊട്ടാവാടിയാണ്. ഒന്നാമതെന്ന് പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് എവിടെയെങ്കിലും ഈ ചെടി കാണുന്നുണ്ടെങ്കിൽ, അതായത് തൊട്ടാവാടി നിൽപ്പുണ്ടോ എന്ന് നോക്കുക. ഇതിന് ഓരോ നാട്ടിലും ഓരോ വിളിപ്പേരുകൾ ഉണ്ട്. പൊതുവെ നമ്മളിതിനെ തൊട്ടാവാടി എന്നാണ് വിളിക്കുന്നത്. തൊട്ടാൽ വാടിപ്പോകുന്ന ഇതിൻ്റെ പ്രകൃതം പോലെ തന്നെയാണ് ഇത് നമ്മുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നത്. ഈ തൊട്ടാവാടി വീടിൻ്റെ മുൻവശത്ത് പൂത്തു നിൽപ്പുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം. നാം പറയുന്നത് വീടിൻ്റെ ഇരുവശങ്ങളിലോ പുറം വശത്തോ ഒന്നുമല്ല, മറിച്ച് വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ്. നമ്മുടെ ഉമ്മറപ്പടിക്ക് നേരെ മുന്നിൽ മുറ്റത്ത് എവിടെയെങ്കിലും തൊട്ടാവാടി പൂത്തു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത് അതീവ ദോഷകരമാണ് ഇന്ന് നാം മനസ്സിലാക്കുക. ലക്ഷണശാസ്ത്രപ്രകാരം ഇത് വീടിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ മുൻവശം എന്ന് പറയുന്ന ലക്ഷ്മി ദേവി കടന്നുവരവിനെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ തൊട്ടാവാടി കണ്ടുകൊണ്ട് ഒരു വഴിക്ക് ഇറങ്ങിപ്പോകുന്നത് അതീവ ദോഷകരമാണ്. കാര്യതടസ്സമാണ് ഇതിൻ്റെ പ്രധാന ഫലം. നാം ഇറങ്ങുന്ന ലക്ഷ്യം വാടിപ്പോകും അല്ലെങ്കിൽ പരാജയപ്പെടും. വീടിൻ്റെ മുൻപിൽ ഇത്തരത്തിൽ തൊട്ടാവാടി നിൽക്കുന്നത് ജീവിതത്തിൽ സകല പുരോഗതികളെയും തടസ്സപ്പെടുത്തും. അതുകൊണ്ട് യാതൊരു കാരണവശാലും വീടിൻ്റെ മുന്നിലും അതിൻ്റെ കൗതുകവും പൂവിൻ്റെ ഭംഗിയും നോക്കി ഈ തൊട്ടാവാടി വളർത്തരുത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വലിയ രീതിയിൽ ദോഷം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഇനി രണ്ടാമതും മൂന്നാമതുമായി വരുന്നത് കറിവേപ്പും ഇത്തിയുമാണ്. ഇതും വീടിൻ്റെ മുൻവശത്ത് വളരുന്നതും പൂവിടുന്നതും എല്ലാം അതീവ ദോഷകരമാണ്. വീടിൻ്റെ മുൻഭാഗമാണ് ഞാൻ പറയുന്നത്. വീടിൻ്റെ വശങ്ങളിലോ പുറകുവശത്തോ ഇതൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ അതിരുതിരിച്ച് അതിരിന് പുറത്തു വളരുന്നതും ദോഷകരമല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പലരും ജീവിതത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കറിവേപ്പും ഇത്തിയുമെല്ലാം നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. അത് മറ്റു വശങ്ങളിലേക്ക് നട്ടു വളർത്തുക എന്നതാണ് ശുഭകരമായിട്ടുള്ള കാര്യം. നാലാമതായി വരുന്നത് മുരുക്കാണ്. മുരുക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ ഓർക്കുക, അത് പൂവിടുന്ന കാലം കയറുന്ന കാലത്താണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. ചുവന്ന വലിയ പൂക്കൾ വിരിയുന്ന മുരുക്ക് കാണാൻ ആകർഷകമാണെങ്കിലും വാസ്തുശാസ്ത്രത്തിലും നിമിത്തശാസ്ത്രത്തിലും ഇത് വലിയ വിലക്കാണ്. കാലൻ്റെ ദൃഷ്ടി പതിയുന്ന അല്ലെങ്കിൽ നമുക്ക് കഷ്ടകാലം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്താണ് വീട്ടിൽ മുരുക്ക് പൂവിടുന്നത്. പൊതുവെ ആരും വീട്ടിൽ ഇങ്ങനെ മുരുക്ക് വളർത്താത്ത ഒരു വൃക്ഷം തന്നെയാണ് ഇത്. മുള്ളുള്ളതും നെഗറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്നതുമാണ്. വീടിനോട് ചേർന്നല്ലാതെ വീടിൻ്റെ അതിരിന് പുറത്ത് വളരുന്നത് കൊണ്ട് ദോഷകരമായ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് വീടിന് പുറത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളർത്തിക്കൊള്ളുക. അല്ലാതെ വീടിനോട് ചേർന്നോ വീടിൻ്റെ നേരെ മുൻവശത്തോ ഉള്ള ഭാഗത്ത് ഇത് നടുന്നത് ദോഷം തന്നെയാണ്. അഞ്ചാമതായി വരുന്നത് ചെറുള്ളിയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. യമപുഷ്പം എന്നറിയപ്പെടുന്ന ചെടിയാണ് ചെറുള്ള. നമ്മുടെ പിതൃപൂജകൾക്കും യമപൂജകൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കർക്കിടക ബാഹുബലിയൊക്കെ വരുമ്പോൾ ദശപുഷ്പങ്ങളായി ഒന്ന് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ചെറുള്ള എന്ന് പറയുന്നത്. ഇത് പിതൃക്കൾക്ക് ഏറെ പ്രിയപ്പെട്ടതും ഇത് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കർക്കിടക മാസത്തിലൊഴികെ വേറെ ഒരു മാസത്തിലും വീടിനോട് ചേർന്ന് വീട്ടിൽ വളർത്തുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. കർക്കിടക മാസത്തിൽ ഇത് മുറ്റത്ത് തനിയെ പൊട്ടിമുളച്ചു വരും. ഇത് വീട്ടിൽ വരുന്ന ആ സമയത്ത് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇത് പിതൃപുണ്യത്തിൻ്റെ സമയമാണ്. എന്നാൽ കർക്കിടകം ഒഴികെയുള്ള യാതൊരു സമയത്തും ഈ ചെറുള്ള എന്ന് പറയുന്ന സസ്യം വീട്ടിലോ പരിസരത്തോ വളരരുത്. അത് യമപുഷ്പമാണ്. മരണത്തിൻ്റെ ദേവനായ യമൻ്റെ ഊർജ്ജവുമായുള്ള സസ്യമാണ്. അത് പ്രത്യേകിച്ചും വീടിൻ്റെ തെക്കുഭാഗത്ത് ചെറുള്ള ഉണ്ടാകുന്നത് വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യം തന്നെയാണ്. തെക്കുദിശ എന്ന് പറയുന്നത് യമൻ്റെ ദിശയാണ്. അവിടെ ഈ യമപുഷ്പം വളർന്നു പൂവിടുന്നത് കുടുംബാംഗങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഇനി ആറാമതായി വരുന്നത് നാരകമാണ്. നമ്മുടെ നാരങ്ങ മരം. പൊതുവെ നാരകം വീട്ടിൽ വളർത്തരുതെന്ന് പറയാറുണ്ട്. നാരകം നട്ടിടും നശിച്ചുപോയ ചരിത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ പഴമക്കാരും മുത്തശ്ശന്മാരുമൊക്കെ പറഞ്ഞു നാം കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവർ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ഇത് നട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് നാരകം തരും. നാം ഒരു കാരണവശാലും അത് നടരുത്. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നട്ടവരൊക്കെ പിന്നീട് വെട്ടിമാറ്റിക്കളയേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. നാം ഇത് നട്ടിടത്ത് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവൂ. നമുക്ക് നല്ല കാര്യങ്ങളൊന്നും വരികയില്ല. ദുഃഖവാർത്തകളായിരിക്കും കൂടുതലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നിർബന്ധമാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി ദൂരെ എവിടെയെങ്കിലും പറമ്പുള്ളവർ നടുക. ഇനി അടുത്തതായി വരുന്നത് കള്ളിമുൾ ചെടിയും കടലാസ് ചെടിയുമാണ്. ഇതിനെ ബോഗൺവില്ല എന്നും വിളിക്കാറുണ്ട്. പലതരത്തിലുള്ള പേരുകളാണ് പല ചെടികൾക്കും ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാവുക.
ഈ ചെടികളെ വീടിനോട് ചേർത്ത് വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ അവിടുന്ന് മാറ്റുക. നിങ്ങളുടെ വീടിൻ്റെ അതിരിൻ്റെ പുറത്ത്, തുമ്പിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരു കോണിൽ നട്ടു വളർത്തുക. വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും ഇത് നട്ടു വളർത്തരുത്. ഇങ്ങനെയൊക്കെ നട്ടു വളർത്തുന്നവരുടെ ജീവിതമൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും ഉണ്ടാവുക. ആ മുള്ളിൻ്റെ മൂർച്ച പോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും, മനസ്സിനെന്നും വേദനകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് അകലം പാലിച്ചു നടുക. നാം നേരത്തെ പരാമർശിച്ചതുപോലെ ഓരോ ചെടികൾക്കും അതിൻ്റെതായ ഊർജ്ജമുണ്ട്, ഓരോ സ്ഥാനമുണ്ട്. ഇനി അടുത്തതായി വരുന്നത് പപ്പായ മരവും മൊസാന്തയുമാണ്. ഇതും വീടിനോട് ചേർത്ത് വളർത്താതിരിക്കുക. പപ്പായ പൊതുവെ നല്ലൊരു ഫലമാണെങ്കിലും ഇത് വീടിൻ്റെ തറയോട് ചേർന്ന് നിൽക്കുന്നത് ശുഭകരമല്ല. അതിൻ്റെ പശയും അതിൻ്റെ ആയുസ്സും വാസ്തുദോഷവും ഉണ്ടാക്കുന്നതാണ്. മൊസാന്ത എന്ന് പറയുന്ന ചെടിയും അതിൻ്റെ അമിതമായ ബാഹ്യഭംഗി കൊണ്ട് നമ്മെ ആകർഷിക്കുമെങ്കിലും വീടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നെഗറ്റീവ് ഊർജ്ജത്തിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള ധാരാളം തെറ്റുകൾ ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ദുരന്തങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് അതിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് ഭഗവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിയെങ്കിൽ തീർച്ചയായും ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറിയാതെ, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ വളരുന്നുണ്ടാവും. അത് ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സൂചനയാണ്, വലിയ അപകടങ്ങൾക്ക് മുൻപുള്ള സൂചന. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ അവിടെ നിന്ന് മാറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുരാതന ശാസ്ത്രങ്ങൾ ഇതെല്ലാം വെറുതെ പറയുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ ഋഷിപ്രോക്തം എന്ന് നാം പറയുന്നു. പണ്ടുള്ള ഋഷിവര്യന്മാരും നമ്മുടെ പൂർവികരും തപസ് ചെയ്ത് പ്രകൃതിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി എഴുതി വച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈയൊരു ബന്ധത്തെ വളരെ ആഴത്തിൽ പഠിച്ച ശേഷമാണ് നമ്മുടെ പൂർവികർ ഇത്തരം വാസ്തു നിയമങ്ങളും നിമിത്തങ്ങളും നമുക്കായി പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന പരിസരത്തെ എനർജി ഫീൽഡ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ ആരോഗ്യവും. ബാഹ്യമായ ഭംഗിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും സമാധാനത്തിനും പ്രാധാന്യം നൽകാൻ നാം തയ്യാറാവണം. കാണാൻ ഭംഗിയുള്ളതെല്ലാം നന്മയുള്ളതാവണമെന്നില്ല. വീടിൻ്റെ പരിസരം എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്ന ചെടികൾ കൊണ്ടുവേണം അലങ്കരിക്കാൻ. തുളസി, തെച്ചി, മുല്ല തുടങ്ങിയ പോസിറ്റീവ് ഊർജ്ജം തരുന്ന സസ്യങ്ങൾ കൂടെ വീട്ടിൽ വളർത്തുമ്പോൾ അവിടെ ലക്ഷ്മി ചൈതന്യവും സന്തോഷവും നിറയും. നിങ്ങൾ ഈ ഒരു അധ്യായം കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് ചുറ്റിക്കാണുക എന്നതാണ്. നാം പരാമർശിച്ച ചെടികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ചും അവ പൂവിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്. അന്ധവിശ്വാസമെന്ന് കരുതി തള്ളിക്കളയരുത്. ഉടൻ തന്നെ അതിനെ അവിടെ നിന്ന് മാറ്റുക. നാം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അവ്യക്തതകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏത് ചെടിയാണ് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചോ ഏത് ദിശയിലാണ് നിൽക്കേണ്ടതെന്നതിനെക്കുറിച്ചോ എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നൽകട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.